ബ്രാഹ്മണ ഭൂമിക്ക് ശുഭ്രനിറവും നെയ്യിന്റെ ഗന്ധവും ഉണ്ടാകും. ക്ഷത്രിയ ഭൂമി ചുവന്നതും ചോരയുടെ ഗന്ധമുള്ളതും. വൈശ്യഭൂമിക്ക് ക്ഷാരഗന്ധമുണ്ടാകും. കറുത്തതും ശ്മശാനത്തിന്റെ ഗന്ധം വമിക്കുന്നതുമായ ഭൂമി ശൂദ്രഭൂമി, പ്രേതഭൂമി. എന്റെ പഴനി മുരുക, കൊള്ളാം. ഉളിയന്നൂർ തച്ചൻ മണ്ണും മരവും കൊണ്ടെഴുതിയ കവിത. ഭൂമിയിൽ ഒരു തച്ചന് 8 തരം ഗ്രഹങ്ങൾ പണിയാം. അതെ, എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർമന ഏതിനത്തിൽപ്പെടും? ഹിരണ്യനാഥം, സിദ്ധാർത്ഥം, സുക്ഷേത്രം ഏത്? തെക്കിനി, പടിഞ്ഞാറ്റ, വടക്കിനി, കിഴക്കിനി. 4 ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല, തീർച്ച. യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും. അമ്പട തച്ച, ശരവണ, പഴനിയിൽ ആറാടിയ ഭസ്മവും പഞ്ചാമൃതവും ഉണ്ട്. ഒന്നും ഭയപ്പെടണ്ട, അടുക്കില്ല ധാത്രി. തിരുത്തും. എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തിക്കും. സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിലൊരുത്തൻ ചെമ്പറയിലെത്തും. ഒന്നും എടുത്തു ചാടി അങ്ങോട്ട് ചെയ്യണ്ട. ക്ഷോഭിക്കേണ്ട നേരമല്ലിത്. നെല്ലൂർ മണ്ണ് ഉണ്ണി നമ്പൂരിക്ക് വേണ്ട ചെയ്യാ. ആ മോഹം മനസ്സിൽ അങ്ങോട്ട് മുറിക്ക. അച്ഛാ, രാജീവൻ വല്ലാതെ അങ്ങ് മോഹിച്ചുപോയി. എന്റെ മോളെയോ ചെമ്പ്രയിലെ മണ്ണോ? അല്ലാതിപ്പോ ചെമ്പ്രയിലെ പെണ്ണും ചെമ്പ്രയിലെ മണ്ണും രാജീവിന് വേണം, അല്ല രാജീവ? ഗൗരി എവിടെ? ഗിരീശനെവിടെ? ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവൂ. ഗിരീശ, ഗിരീശ! എടത്തി, ഹായ്. ആരാ ഇത്? പട്ടാഴിയില്ലത്തെ ആത്തയമ്മയോ? ഇവിടെ നിന്റെ ഏതെടുത്തി ഇരിക്കണത്? പടിയിറങ്ങി പോയ മൂശട്ടെ. അച്ഛാ, ജയേട്ടാ, ഇങ്ങോട്ടൊന്ന് വേഗം വരിക. അനിയത്തി. ആഹാ, എന്താണ് നിനക്കിവിടെ കാര്യം? എടി എന്താണ്? അച്ഛന്റെ ആംഗ്ലമാരുടെയൊക്കെ മുഖത്ത് ചവിട്ടി തേച്ച് ഇറങ്ങിപ്പോളല്ലേ നീ? മറന്നിട്ടില്ലൊന്നും. നേർന്നെറിയും കെട്ടവളെ. ആരാ? കണ്ടില്ലേ അച്ഛാ? ഇറക്കി ഇവിടെ പിഴച്ചവളെ. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഗുപ്തനും മക്കളും ചത്തു നശിച്ചോന്ന് കണ്ടുറപ്പിക്കാനാ? അപ്പൊ ഉറപ്പാണ് അച്ഛന് എല്ലാം നശിക്കൂന്ന്? അവന്റെ അച്ചിപ്പണി ചെയ്ത് നടക്കുന്ന നീ ഞങ്ങളെ ശപിക്കുന്നോടി. അച്ഛാ, ഈശ്വരനെ കരുതി, എന്നെ കരുതിയിട്ടല്ല. അച്ഛന്റെ ഏട്ടന്മാരുടെ നന്മയ്ക്ക് വേണ്ടിട്ട് പറയാ. മുഖവുര വേണ്ട. മാധവേട്ടനോട് ചണ്ടയ്ക്ക് നിൽക്കരുത്, എന്റെ ഒരു അപേക്ഷയാണ്. കേട്ടില്ലേ? ഇവള് പറഞ്ഞെന്റെ പൊരുളച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ ചോരയ്ക്ക് വേണ്ടി ഇവള് ദാഹിക്കുന്നു. ലക്ഷണം കൊള്ളാം. ആദ്യം യുദ്ധം ചെയ്യാൻ കടവ് കിടന്ന് വേളിക്കാരൻ വരുന്നു. പിന്നാലെ സമാധാന ദൂതുമായി സഹധർമ്മിണിയെ പറഞ്ഞയക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
മക്കളെ പട്ടാഴിക്ക് ഭയം ബാധിച്ചിരിക്കണോ? മടങ്ങിക്കോളാ, ഇല്ലെങ്കിൽ നിന്റെ ശവം കൊണ്ട് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പൊടി മൂദേവി. കംസജന്മം എത്ര അനുഭവിച്ചിട്ടും മതിയായിട്ടില്ല അല്ലേ? എടീ, ഞാൻ കംസൻ തന്നെയാ. ഈ അടിവയറ്റിലൊരു കൃഷ്ണുണ്ണി വളരുന്നുണ്ടെങ്കിലേ വലുതാമ ഇങ്ങോട്ട് പറഞ്ഞു വിട. ഈ ജയൻ ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കി അവനോട്. അത്രയും ആയുസ് നിനക്കില്ല ജയ. തൊടില്ല നീ. വഴിതെറ്റിയിട്ടായാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ മുറ്റത്ത് കാലുകുത്തരുത്. മനസ്സിലായോ? അനന്താ, ഇത്രയും വണ്ടിയിലേക്ക് കൂട്ടിക്കോളൂ. ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട്. എത്ര വെറുത്താലും അവമാനിച്ചാട്ടി ഇറക്കി വിടില്ല. നിങ്ങളത് തകർത്തു. വെറി പിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നുപോയിരിക്കുന്നു. സൂക്ഷിച്ചോ ചിത്രഗുപ്ത, നിങ്ങളുടെ കൈവെള്ളയിൽ 1000 രേഖ. അമ്മേ, സാവിത്രി, ഇവന്റെ നെഞ്ചു വലിച്ചു കീറി ചങ്കെടുത്ത് മുന്നിൽ വെച്ചു തരൂ, എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ. പെറ്റ തള്ളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ഇനിയും അവസരമുണ്ടാവും. അപ്പ മതി മുക്ര. ഓ, ഇതാണല്ലേ ആ മാതാമഹൻ, കാരണവരുടെ വാടക കൊലയാളി. ഒളിസേവയ്ക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ രണ്ടായി വലിച്ചു കീറും മാധവൻ. ഓർത്തോ? മണിയങ്കോട്ടെ കാരണവരും മക്കളും നെല്ലൂർ മനയുടെ കുറെ കരഭൂമി വെട്ടിപ്പിടിച്ച് അനുഭവിക്കുന്നുണ്ട്. അടിച്ചിറക്കണ ആസത്തുകൾ അവിടെ നിന്ന്. പടിയിറക്കി നാട് കടത്തണ ജോലി നാളെ തന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ? നല്ലത്. അതി അത് നാളെ തന്നെ തീർപ്പാക്കണം. വരിക. എന്താ കണ്ണ് കലങ്ങിയിരിക്കുന്നത്? ഒന്നുമില്ല, എന്തോ ചെറിയ കരട് കണ്ണിലെ പാറ വീണു, അത്രേ ഉള്ളൂ. എനിക്കറിയാം, തന്റെ കണ്ണിലെ കരട് ഞാനാണിപ്പോ. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ശത്രു തന്നെയാണ് മാധവൻ. ശത്രുവായാലും മിത്രമായാലും ആക്രമിച്ചു കീഴടക്കുന്നത് എന്റെ സ്വഭാവമാണ്. അച്ഛന്റെയും ആങ്ങളമാരുടെയും ജീവന് വേണ്ടി മിത്ര എന്നോട് യാചിക്കരുത്. വിട്ടുതരില്ല ഒന്നിനെയും ഞാൻ.